ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഗോമതി സ്റ്റോഴ്സിലെ ബാലൻ, നമ്മുടെ ബാലേട്ടൻ വെച്ച് പറഞ്ഞു, എന്താ സാറേ ഈ സമയത്ത് ഇങ്ങോട്ട്, എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, ഞാനങ്ങ് കൊടുത്തു വിട്ടേനല്ലോ. സാധനം ഒന്നും വേണ്ട, എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അങ്ങനെ വന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ സാറേ, എന്തായാലും ഇയാൾ നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലായി. ബാലനെ എനിക്ക് നേരത്തെ അറിയാം, പഴങ്കഥകളൊക്കെ നന്നായിട്ടറിയാം. എനിക്ക് ബാലൻ്റെ 2 മക്കൾ ഇന്ന് എൻ്റെ വീട്ടിൽ വന്നായിരുന്നു പെണ്ണ് ചോദിക്കാനായിട്ട്. അപ്പോഴേക്ക് രാമേട്ടൻ ചിരിച്ചിട്ട് പറഞ്ഞു, അവന്മാരല്ല, അവന്മാർ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാൻ മടി കാണിക്കുന്നവരാണ്. അല്ല, അവരാരൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ബാല, ഞാൻ ഇവിടുത്തെ തഹസിൽദാരാ, എനിക്ക് ഈ നാട്ടിൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ട്. ബാലൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ മോൾക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുണ്ട്. അവളെ ബാലൻ്റെ മോൻ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, അതൊന്നും എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല എന്ന് ബാലനാണ് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് ബാലന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഒരു കടക്കാരൻ്റെ മകനെ കൊണ്ട് ഞാൻ എൻ്റെ മോളെ കെട്ടിക്കില്ല, അല്ലെങ്കിൽ തന്നെ അവളെ അവൻ കെട്ടത്തില്ല, സാറ് പൊക്കോ എന്നും പറഞ്ഞ് ബാലന് നല്ല ദേഷ്യത്തിലാണ്. ബാല, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വീട്ടിൽ പോയി അവരോടൊന്നും സാറ് പൊക്കോളാൻ. പലചരക്ക് കടക്കാരനാണെങ്കിലും സാമാന്യ ബോധമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പോ സാറ് പോ എന്നും പറഞ്ഞ് ഈ പുള്ളിക്കാരനെ മീനാക്ഷിയുടെ അച്ഛനെ അങ്ങ് പറഞ്ഞു വിടുക. ദേഷ്യം വന്നു കേട്ടോ ബാലേട്ടന്. എന്തായാലും വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ബാലൻ. പിന്നെ കാണിക്കുന്നത് ഗോമതി ആര്യനെയും അശോകിനെയും വഴക്ക് പറയുന്നതാണ്. 2 പേരെയും എടുത്തിട്ട് പൊരിക്കുക. അച്ഛനിവിടെ ഉള്ളതല്ലേ, അച്ഛൻ്റെ റോള് നീ എന്തിനാ എടുത്തേ, നിങ്ങൾ 2 പേരും ഒറ്റയ്ക്ക് പോയി ചോദിച്ചെന്തിനാ, അച്ഛനെ നിങ്ങൾ മറന്നോ, അപ്പോൾ അച്ഛനെ ഞങ്ങളെ മറന്നതല്ലേ എന്നിങ്ങനെ ഇവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആര്യനെ എതിർത്ത് സംസാരിച്ചപ്പോൾ ഗോമതി തല്ലാനായിട്ട് ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അശോക അമ്മണെങ്കിൽ പറഞ്ഞു, ഇതൊരു പ്രശ്നമാക്കണ്ട, ഇത് പ്രശ്നമാക്കണം, എന്നാലേ പ്രശ്നമില്ലാതെ ഇരിക്കൂ. അച്ഛൻ വരുമ്പോൾ ധൈര്യമായിട്ട് പറ, ബാലേട്ടൻ പല കാര്യങ്ങൾക്കും നിന്നെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ ഞാൻ നിൻ്റെ ഭാഗത്താണ് നിന്നിട്ടുള്ളത്. ഇപ്പം എനിക്ക് മനസ്സിലായി ബാലേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. അപ്പോൾ ധർമ്മം പറഞ്ഞു, ബാല, നീ ബ്രോക്കർ പണി തുടങ്ങി, ആര്യ നീ ബ്രോക്കർ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം കൂടെ ഞാൻ അങ്ങോട്ടേക്ക് പറയില്ലായിരുന്നോ എന്ന് ധർമ്മൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഗോമതി പറഞ്ഞു, ധർമ്മം മിണ്ടാതിരുന്നോണം. അപ്പോൾ ആനന്ദ് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ, നിങ്ങളെന്തിനാ അങ്ങ് നേരിട്ട് പോയത്. അപ്പോഴേക്കും ബാലൻ അങ്ങ് വന്നു. ബാലൻ വന്നിട്ട് ഈ ചൂരലെടുത്ത് ഈ ആര്യനിട്ട് കൊടുക്കുന്നു. പടപടാന്ന് തല്ലുക, മേല് നിറച്ച്. നീയോ നശിക്കാൻ തീരുമാനിച്ചു, ബാക്കിയുള്ളവരെ വെറുതെ വിട്, കല്യാണം ആലോചിച്ച് പോയിരിക്കുന്നു. ഒരു കാര്യം ചെയ്യുക, ഈ വീടിന് മുന്നിൽ ഒരു ബോർഡ് വയ്ക്കുക, മാരേജ് പൂർവ്വമെന്ന്. ആകാശേ, നിനക്കെന്നെ വിശ്വാസമില്ല അല്ലേ? ഉണ്ട്. ആദ്യം ആനന്ദിൻ്റെ കല്യാണം, പിന്നെ നിൻ്റെ കല്യാണം, അത് കഴിഞ്ഞ് ബാക്കി 2 പേരുടെ, അങ്ങനെയല്ലേ ഉറപ്പിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് നിനക്ക് ധൃതിയായോ? ആനന്ദേ, നീ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക, അനു നീ ഒരു പയ്യനെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ബ്രാക്കസ് സാറിനോട് പറ, ആ സാറ് കെട്ടിച്ചു തരും. അച്ചായനോട് ക്ഷമിക്കുന്നെന്ന് പറഞ്ഞിട്ട് ആകാശം. കാല് പിടിക്കേണ്ടതേ നീ അല്ല, ഇവനാ. എനിക്കറിയാം, നിന്നെ പറഞ്ഞ് വഴി തെറ്റിച്ചത് ഇവൻ തന്നെയാണ്. പറയടാ, ഇവനല്ലേടാ നിന്നെ നിർബന്ധിച്ച് തഹസിൽദാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയത്? പറയടാ, അല്ലേടാ? ഗോമതി, രവീന്ദ്രൻ സാറ് വന്ന് പറഞ്ഞത് കേൾക്കണമായിരുന്നു. ഇന്ന് വരെ ആരുടെ മുന്നിലും ഞാൻ തലകുനിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ഒരാളുടെ മുമ്പിൽ ഒരക്ഷരം പറയാതെ അയാൾ പറയുന്നത് മൊത്തം കേട്ട് നിൽക്കേണ്ടി വന്നു. ഗോപതി പറഞ്ഞു, ആര്യ, ബാലേട്ടനെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് നീയാ. കാല് പിടിച്ച് മാപ്പ് പറയടാ. അതിന് കാല് പിടിക്കാനൊന്നും എനിക്ക് മടിയൊന്നുമില്ല, പക്ഷേ ഈ കാരണമൊന്നുമില്ല. എന്തിന് കാല് പിടിക്കണം? അപ്പോൾ ഈ കാരണമൊന്നും പോരാ അല്ലേ നിനക്ക്? ആ അമ്മ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആരും വന്നിട്ട് പറഞ്ഞു, ഏട്ടൻ അച്ഛനോട് മാപ്പ് പറ. വേണ്ട, ആരും എന്നോട് മാപ്പ് പറയണ്ട, ഒക്കെ എൻ്റെ തെറ്റാ. എൻ്റെ മക്കളെ ഞാൻ വിശ്വസിച്ചു പോയി, എൻ്റെ മക്കൾ ഞാൻ പറയുന്ന അനുസരിക്കുമെന്ന് വിശ്വസിച്ചു പോയി, അതൊക്കെ തെറ്റിപ്പോയി, എല്ലാം തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്, അച്ചാച്ച അങ്ങനെ പറയരുത്, അച്ഛൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. ഞാൻ മദ്യപിച്ച് വന്നതിൻ്റെ അടുത്ത ദിവസം അച്ഛന് വാക്ക് തന്നില്ല ഇനി ഒരിക്കലും മദ്യപിക്കില്ല എന്ന്. എന്തായാലും നിങ്ങൾ സത്യം ചെയ്തു തരണം, എനിക്ക് ഞാൻ പറയുന്ന ആൾക്കാരെ മാത്രം വിവാഹം ചെയ്യുള്ളൂ എന്ന് സത്യം ചെയ്യണം. എന്തായാലും
എന്തായാലും ആനന്ദ് സത്യം ചെയ്തു കൊടുത്തു. അശോകിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അശോക് പതുക്കെ പമ്മി നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇവൻ ആരും ചെയ്താലേ അശോക് ചെയ്യത്തുള്ളൂ, അശോകല്ലല്ലോ ആകാശ്, ആരും ചെയ്താലേ ആകാശ് ചെയ്യത്തുള്ളൂ. എടാ ആര്യ സത്യം ചെയ്യടാ. അപ്പോൾ മീനും ഞാനും സത്യം ചെയ്യാം. അപ്പോഴേക്കും ധർമ്മ ചോദിച്ചു, എന്തിനാ വെറുതെ ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങളൊക്കെ നീ മിണ്ടരുത്. അപ്പോൾ ഗോമതി പറഞ്ഞു, ആര്യ നീ സത്യം ചെയ്യുക. അമ്മേ, ഞാൻ സത്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാറില്ല, പിന്നെ എന്തിന് ഞാൻ സത്യം ചെയ്യണം? ഇതുവരെയും ചെയ്തതെല്ലാം നേരായ കാര്യങ്ങൾ തന്നെയാണ്. അച്ഛനോട് ആ തഹസിൽദാർ മോശമായിട്ട് സംസാരിച്ചെങ്കിൽ അത് അയാളുടെ വിവരക്കേടാ. അച്ഛനോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി അയാൾക്ക് ഞാൻ കൊടുത്തേനെ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നും പറഞ്ഞ് ആരും സത്യം ചെയ്യാൻ കൂട്ടിയാക്കിയില്ല. ആര്യനൊരൊറ്റ പോക്കും പോയി. ഗോമതിയാണേ, ബാലേട്ട വിഷമിക്കല്ലേ, അവൻ്റെ പ്രായം, അതിൻ്റെ ഒരു എടുത്തുചാട്ടം, ഇതിനെ അങ്ങനെ വിചാരിച്ചാൽ മതി, ബാലേട്ട വിഷമിക്കല്ലേ. അപ്പോൾ ആനന്ദ് പറഞ്ഞു, അച്ഛാ ആര്യനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നും പറഞ്ഞ് ആനന്ദും വന്നു കേട്ടോ. ബാലനൊന്നും മിണ്ടിയില്ല. ആ വടി എടുത്തെറിഞ്ഞിട്ട് മുറിയിലേക്ക് കയറി ഒരൊറ്റ പോക്കായിരുന്നു. എന്തേലും നമ്മുടെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയുടെ രീതിയിലേക്ക് ആകാശി എന്നതാണ്. ആകാശിനെ മീനാക്ഷി പൊരിച്ചടിക്കൊണ്ടിരിക്കുക. അനിയനുമായിട്ട് കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നു. മുതിർന്ന ആരെങ്കിലുമായിട്ട് വരണ്ടേ? ഇതിലും ഭേദം വഴിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. അപ്പം നീ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇത് ന്യൂ ജനറേഷൻ കാലമല്ലേ? പഴഞ്ചൻ സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ ചെറുപ്പക്കാരെങ്കിലും മാറ്റി പിടിക്കണ്ടേ? അയ്യോ, പാരമ്പര്യവും സമ്പ്രദായമൊന്നും നീ ആയിട്ട് മാറ്റണ്ട. ഇതിനൊക്കെ ചില രീതികളുണ്ട്. ഇതുവരെ പെണ്ണ് കെട്ടാത്ത കുട്ടികളേക്കാൾ ചെറിയ മനസ്സുള്ള എൻ്റെ അമ്മാവനേക്കാൾ യോഗ്യത എൻ്റെ അനിയൻ ആര്യനാ. ആര്യൻ, ആ പേര് പോലും പറഞ്ഞേക്കരുത്. എട്ടും പൊട്ടും തിരിയാത്ത കോളേജ് പയ്യനുമായിട്ട് വന്നിട്ട് ന്യായം പറയുന്നോ? ആര്യൻ എന്താ കുഴപ്പം? അവന് അവിടെ വന്ന് എന്ത് മാന്യമായിട്ടാണ് സംസാരിച്ചത്? അടിച്ചിറക്കാതെ എൻ്റെ അച്ഛൻ്റെ മാന്യതയാണ്, നിനക്കുള്ളതും കൂടി ചേർത്ത് എനിക്കാണ് കിട്ടിയത്. നീ അല്ലേ പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്ത് മുഖത്ത് നോക്കി കാര്യം പറയുന്ന നട്ടലുള്ള ഒരേ ഒരാളാണ് ആര്യനാന്ന്? അതുകൊണ്ടല്ലേ ഞാൻ ആര്യനുമായിട്ട് വന്നത്. ആകാശേ ഉറുദു കളിക്കല്ലേ, എനിക്ക് കളി വരുന്നുണ്ടേ. എനിക്ക് നീയുമായിട്ടുള്ള വിവാഹം ഒരു കുട്ടിക്കളിയല്ല, തമാശയല്ല അത്. എൻ്റെ ഭർത്താവായിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മതി എന്ന് നിർബന്ധം പിടിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലേക്ക് എത്ര റിസ്ക് എടുത്തിട്ടാണെന്നറിയോ നിന്നെ എത്തിക്കാൻ വേണ്ടി ഞാനൊന്ന് ശ്രമിച്ചത്. അപ്പോൾ മീനാക്ഷി, കച്ചവടത്തിൻ്റെ ലാഭം ഒരു സർക്കാർ ജോലിയിൽ കിട്ടില്ല. ബിസിനസ്സൊന്നും എനിക്കറിയില്ല, നിന്നെ എനിക്ക് നഷ്ടപ്പെടരുത്. അതിൻ്റെ സീരിയസ്നെസ് ആകാശം കാണിക്കണം. അപ്പോൾ എൻ്റെ വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ കല്യാണത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് 1 വർഷമെങ്കിലും സാവകാശം വേണം. മീനാക്ഷി ചോദിച്ചു, 1 വർഷമോ? 1 വർഷം പോയിട്ട് 1 മാസം പോലും ഇനി എൻ്റെ വീട്ടുകാർ സമ്മതിച്ചൊന്നും വരില്ല. എന്നെ കെട്ടാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഇപ്പം പറയണം. ഇവൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്കപ്പ് ആകാം എന്നും പറഞ്ഞ് മീനാക്ഷി അങ്ങ് പോവാം. മീനു പോവല്ലോ മീനു എന്നും പറഞ്ഞിട്ട് ഇവൻ പുറകെ. മീനു നിൽക്ക്, നീ എവിടെ? ഞാൻ പറയുന്നത് കേൾക്ക്. നീ 1 വർഷം കഷ്ടപ്പെട്ട് പുറകെ നടന്നിട്ടാണ് നിൻ്റെ സ്നേഹം ഞാൻ സ്വന്തമാക്കിയില്ല. അതൊരൊറ്റ സെക്കൻഡ് കൊണ്ട് അത് അവസാനിപ്പിക്കാമെന്നോ? ചങ്കി കുത്തിയിട്ട് പോവലേടി. അപ്പം നിന്നോടുള്ള എൻ്റെ സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ എന്നെ കല്യാണം കഴിക്കാമെന്നൊരു ഉറപ്പ് നിനക്ക് ഇല്ല. അത് വേണം. അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ വന്ന് വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങ് പോവാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനുണ്ടല്ലോ. ആര്യൻ ചായ കുടിക്കാനായിട്ട് ചായക്കടയിലേക്ക് ചെല്ലുക. അപ്പോൾ അമ്മാവന്മാർ 2 പേരും, കൃഷ്ണമംഗലത്തെ ബാലൻ്റെ അളിയൻ ഭാര്യ 2 പേരും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ആര്യനെ കണ്ടു, മൈൻഡ് ചെയ്തില്ല, ചായ ഓർഡർ ചെയ്തു. അപ്പോഴേക്കും അവർ 2 പേരും തമ്മിൽ സംസാരിക്കുക. അഡ്രസ്സ് ഇല്ലാത്തവർ നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്നുണ്ടല്ലോ, അവിടെ ചില പ്രശ്നങ്ങളൊക്കെയാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് നടന്നാലും നമുക്കെന്താ? അല്ല, അതിൻ്റെ അല്ല ഏട്ടാ, ഞാനൊരു വരച്ചാൽ എൻ്റെ മക്കളാരും അതിനപ്പുറം കിടക്കില്ല എന്ന് വീമ്പിളക്കിയ മഹാൻ്റെ വീട്ടിൽ ചില പൊട്ടിത്തെറികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അയാളുടെ മക്കൾ ആ വര കടന്ന് അടുത്തവൻ്റെ വീട്ടിൽ പെണ്ണന്വേഷിച്ചു പോയി എന്നൊക്കെയാ കേട്ടത്. അത് വെറും കക്ഷിയല്ല, തഹസിൽദാർ രവീന്ദ്രൻ്റെ വീട്ടിൽ അയാളുടെ മോക്ക് ആലോചനയായിട്ട്. അവനെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്. തങ്കപ്പേട്ട, ഇവിടെ നിന്ന് ചായ കുടിച്ചാൽ അടുത്ത വീട്ടിലെ കുറ്റം കുറവ് നാവിന്ന് വരുവുള്ളെന്നുണ്ടോ? അല്ല, നിൻ്റെ മുഖത്തൊക്കെ ആരാ കുറ്റം പറഞ്ഞത്? അല്ല, പറഞ്ഞത് എൻ്റെ അമ്മയുടെ രക്തബന്ധുക്കളായിപ്പോയി. ഇവിടെ അടിച്ചാൽ അവിടെ വേദനിക്കൂലോ. സ്വന്തമായിട്ടൊരു വീട്ടുകാരില്ലാത്തതുകൊണ്ട് എല്ലാ ദൈവങ്ങളെയും കൂട്ടുപിടിച്ച് ഒരു വീട്ടുപേരും ഉണ്ടാക്കി ഗസറ്റിൽ കൊടുത്തെന്ന് പറഞ്ഞാൽ അന്തസ്സുണ്ടാവുമോ? ഒരു പെട്ടിക്കടക്കാരൻ്റെ മക്കൾക്ക് കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടുമോ? അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ദേവമംഗലത്താണ് നിങ്ങൾക്ക് പെണ്ണ് കിട്ടുമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്?
ഓ, ഞങ്ങളെ വീട്ടിലെ പെണ്ണിനെ നാരായണ രാമനും തട്ടിക്കൊണ്ടു പോയതിൻ്റെ മക്കൾക്ക് ഇനി ആര് പെണ്ണ് കൊടുക്കാനാ? അതുകൊണ്ടല്ലേ അനിയനായ നിനക്ക് ചേട്ടന് വേണ്ടി കല്യാണം ആലോചിക്കാനായിട്ട് പോകേണ്ട അവസ്ഥ വന്നത്. അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യം, അതിലൊന്നും ഒരുത്തിനും കയറി ഇടപെടണ്ട. നീയൊക്കെ വളയ്ക്കാൻ ശ്രമിക്കുന്നത് തഹസിൽദാറിൻ്റെ ഒരേ ഒരു മോളെയാ. അയാൾ വെറുതെ ഇരിക്കുന്നത് തോന്നണുണ്ടോ? ദേ പ്രായത്തിൻ്റെ മര്യാദ നോക്കിയാൽ ഞാനിപ്പോൾ ഒന്നും മിണ്ടാത്തത്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ എന്ന് ചോദിച്ച് രണ്ടുപേരുടെ വഴക്ക്. ഞങ്ങളുടെ അച്ഛൻ്റെ കടയിൽ ജോലിക്ക് നിന്ന് ഞങ്ങളുടെ ഒരേ ഒരു പെണ്ണിനെ കറക്കി എടുത്തുകൊണ്ട് പോയതാണ് നിൻ്റെ അച്ഛൻ. പോയത് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവരിന്നും ജീവിക്കുന്നത്. അവസാനം ഈ രണ്ട് കൂട്ടരും തമ്മിൽ അടിയായി. തങ്കപ്പേട്ടന് വന്ന് ഇടയ്ക്ക് നിൽക്കുകയാണ്. എന്തായി പക്വത കുറവുകൊണ്ട് ഇവൻ എന്തെങ്കിലും സംസാരിച്ചു എന്ന് കരുതി നിങ്ങളത് ഏറ്റുപിടിക്കണോ? ഇവൻ ഒന്നും അല്ലെങ്കിലും മരുമോനല്ലേ? സ്വന്തം പെങ്ങളെ വേണ്ടാന്ന് വെച്ച് പിന്നെയാ ഇവൻ. ആ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കിടല്ലേ, ആര്യ നീ ചെല്ല എന്നും പറഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. ചായയും കമത്തി കളഞ്ഞിട്ട് ആര്യൻ അവിടെ നിന്ന് പോവാണ് ദേഷ്യം വന്നിട്ട്. പിന്നെ കാണിക്കുന്നത് ഗോമതി അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സ്വസ്ഥത കൊടുക്കണം, ബാലേട്ടനൊരു സ്വസ്ഥത കൊടുക്കണം, കുടുംബത്തിൽ സ്വസ്ഥതയില്ല എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണ്. ആ സമയത്ത് പുറകിൽ മിത്ര ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ മിത്ര ഓടി വന്ന് അമ്മയോട് പറയുകയാണ്, അച്ഛമ്മയോട് പറയുകയാണ് അമ്മായി കരയാന്ന്. അതായത് നമ്മുടെ ഗോമതിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മായി കരച്ചില്ല. അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലർ കരയുകയൊക്കെ ചെയ്യും. എന്നാലും അമ്മായി കരയുന്നത് കണ്ടപ്പോൾ അച്ഛമ്മ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. അച്ഛമ്മ ഒന്ന് പോയി സംസാരിക്കുക. ഓ, നിൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെ കണ്ടാൽ പിന്നെ അത് മതി. കൊള്ളാം, മോള് കരയുന്നു എന്ന് പറഞ്ഞിട്ട് ന്യായം പറഞ്ഞ് നിൽക്കുകയാണോ? ഒന്ന് പോയി സംസാരിക്കുക, രണ്ടു വാക്ക് സംസാരിച്ചിട്ട് വാ ചെല്ല് എന്നൊക്കെ പറഞ്ഞ് മിത്ര പറഞ്ഞ് വിടുകയാണ്. അമ്മയെ ഗോമതിയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് അപ്പം മിത്ര മാറി നിൽക്കുകയാണ്. അപ്പോൾ മോള് കരയൊന്നും ചെയ്യല്ല, വിഷമങ്ങളൊന്നും നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഗോമതി പറഞ്ഞു, വിഷമങ്ങളോ ഗോമതിക്കോ എന്നും പറഞ്ഞ് ചിരിക്കുക. മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ള മക്കൾ, എന്നെ പൊന്നു പോലെ നോക്കുന്ന എൻ്റെ ഭർത്താവ്, ഇതിൽ പരം സന്തോഷം ആർക്കാ കിട്ടുക? പിന്നെ എന്ത് വിഷമോ എനിക്ക്. അപ്പം മിത്ര അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. മിത്ര ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ കരഞ്ഞൊന്നിരുന്നില്ല. അതെൻ്റെ രണ്ട് കൂടപ്പറപ്പുകളെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. അച്യുതവർമ്മ എന്നും അനന്തവർമ്മ എന്നും പേരുള്ള രണ്ട് പേരെ ഓർത്ത്. അവരെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്ക് എന്ന് ഗോമതി അമ്മയോട് പറയുക. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കറിയാം, ഒക്കെ ജയിക്കാൻ വേണ്ടി പറയുകയല്ലേ. അതിന് ഞാൻ ജയിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ ഇനി ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് പറയുന്നത്? ബാലേട്ടൻ്റെ ഭാര്യ ആയതോടെ എനിക്ക് വിജയം മാത്രമേ ഉള്ളൂ. പിന്നെ ബാലേട്ടനെ തോൽപ്പിച്ച് കളയാമെന്ന് ആരും വിചാരിക്കേണ്ടെന്ന് എല്ലാവരോടും ഒന്ന് പറഞ്ഞേരെ. ഞാനതിന് സമ്മതിച്ച് തരത്തില്ല. അതിരിക്കട്ടെ, ഞാൻ കരഞ്ഞു എന്നാരാ പറഞ്ഞത്? ഞാൻ കരഞ്ഞു എന്നാരാ പറഞ്ഞത്? ആരിനിതറിയണം അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന്. അപ്പം കാണാം, 1000 മക്കളേക്കാൾ ബലമാണ് എൻ്റെ ആര്യൻ ഒരാൾ. പിന്നെ ആനന്ദിനും ആകാശിനും ഇഷ്ടംപോലെ ആലോചന വരുന്നുണ്ട്. കല്യാണം ഉടനെ വേണ്ടാന്ന് ഒറ്റ വാശിയില്ല. എന്തായാലും വൈകാതെ നടക്കും. പഠിത്തം കഴിഞ്ഞ് അനുസരിക്കും. കല്യാണം ഇപ്പം തന്നെ പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിനക്കൊരു വിഷമവും ഇല്ല അല്ലേ മോളെ? ഇല്ല, ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞ് ഗോമതി എവിടെ നിന്ന് അങ്ങ് പോവാം. അവൾ വിഷമങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പിന്നെ കാണിക്കുന്നത് ആകാശാണ്. ആകാശിന് കോള് വരുന്നു. ആകാശ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആകാശിന് കോള് വരുന്നു. ആരും തൊട്ടടുത്ത് കിടപ്പുണ്ട്. ആകാശ് കട്ട് ചെയ്ത് വിടുകയാണ്. ആര്യൻ ചോദിച്ചു, എന്താ പ്രശ്നം? എന്തിനാ കോള് കട്ട് ചെയ്ത് വിടുന്നത്? അത് അവൾ വിളിക്കുക, എനിക്ക് പേടിയാണ് എടുക്കാനായിട്ട്. എൻ്റെ പൊന്നിയേട്ടാ ഇങ്ങനെ. എന്നാൽ പിന്നെ അതിനോട് പോകാൻ പറ. ആ പെണ്ണിൻ്റെ ജീവിതം എങ്കിലും രക്ഷപ്പെടട്ടെ. അതിനുള്ള ധൈര്യം എനിക്കില്ല. എന്നാൽ പിന്നെ അതിനെ കെട്ടി എങ്ങോട്ടേലും ജീവിക്കുക. അതിനുള്ള ധൈര്യം എനിക്കില്ല. എങ്ങോട്ടില്ലെന്നാ അതിനുള്ള ധൈര്യവും ഇല്ല. അന്ന് അവിടെ ഇരിക്കാൻ നോക്കുക എന്നും പറഞ്ഞ് ആരും പുസ്തകം വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. ഇങ്ങനെ ഒരു ഏട്ടൻ എന്നും പറഞ്ഞ് മീനാക്ഷി എന്നിട്ട് എന്ത് ചെയ്തു? മീനാക്ഷി അശോകല്ല ആകാശിന് മെസ്സേജ് അയച്ചു. അവളുടെ മെസ്സേജും വരാൻ തുടങ്ങി എന്നും പറഞ്ഞ് മെസ്സേജ് പോലും ഓപ്പൺ ചെയ്ത് നോക്കാതെ ഇവനിങ്ങനെ ഇരിക്കുക. പിന്നെ കാണിക്കുന്നത് മിത്ര രാത്രിയിൽ ഇങ്ങനെ സ്കൂട്ടറിൽ വരികയാണ്. വഴിക്ക് വെച്ച് വണ്ടി പഞ്ചറായി. ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കാൻ ഓർത്ത് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ സമയത്ത് 2 ഏട്ടന്മാരയിലെ വരും. 2 ഗുണ്ടകളെ പോലിരിക്കുന്ന 2 ഏട്ടന്മാരും ഒക്കെ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ വണ്ടി പഞ്ചറായി. അന്നേരം അതുകൊണ്ട് എനിക്കൊന്ന് ഫോൺ തരാമോ? ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി എന്നിങ്ങനെ പറയുകയാണ്. അപ്പം സൗകര്യമായി. എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ വീട്ടിൽ വിളിക്കുന്നത്? മോള് കയറിക്കോ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് കയ്യെ കയറി പിടിച്ചപ്പം നീയൊക്കെ എന്നെ കൊണ്ടുപോകും അല്ലേ? ഇവിടെ കിടന്ന് കാറിയാലോ ഒരുത്തനും രക്ഷിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നീയൊക്കെ എന്നെ എന്ത് ചെയ്യൂടാന്നിങ്ങനെ ചോദിച്ചു. വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട്
അവളെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി യു അഗെയിൻ. താങ്ക് യു.